ഗുഡ് മോർണിംഗ് എവ്രി വൺ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിന്ന് എന്നെ പിടിച്ച് വെച്ച് ദോശയും തിന്നിരുത്തിപ്പിച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് എൻ്റെ പുന്നാര ചേച്ചി. ഇന്ന് എന്താണ് നമ്മുടെ കണ്ടന്റ്? കണ്ടത്തിലൂടെ ഓടുന്നതാണ് നമ്മുടെ കണ്ടന്റ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദരമായ സ്വാഗതം. ഞാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തൊരു വിഗ് ഷോപ്പറൊക്കെ ആയിട്ടിരിക്കുന്നെന്ന്. പച്ചക്കറി വാങ്ങാൻ പോയിരുന്നു ഗൈസ്. ഒരിക്കലല്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ആൽബത്തിന്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല, കാരണം ഞങ്ങളുടെ കല്യാണത്തിന് മൊത്തത്തിൽ 4 ആൽബം ഉണ്ട്. ഒരെണ്ണം എൻഗേജ്മെന്റ്, പിന്നെ 3 കല്യാണത്തിന്റെ. അപ്പൊ റിസപ്ഷൻ അവര് വേറെ തന്നെ. ഇവിടെ ഞങ്ങൾക്ക് ബാംഗ്ലൂർ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൽബമാണ് റിച്ച്. ബാംഗ്ലൂർ വേറെ പരിപാടി, നാട്ടിൽ വേറെ പരിപാടി. മറ്റേ ഇവള് കഴിഞ്ഞാണ് നാട്ടിൽ വന്നപ്പം ഈ ആൽബത്തിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാണ്. അപ്പം ഞാൻ അവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞാണ് ഒന്ന്. ഇതാണ് ഇവിടുത്തെ ബാംഗ്ലൂരത്തെ ആൽബം ഗായ്സ്. സുന്ദരൻ നിൽക്കുന്ന കണ്ട. ഇത് ആക്ച്വലി എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ചെയ്തൊരു ആൽബമായിരുന്നു. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഔട്ട്കം വാസ് ഗുഡ്. നമുക്ക് നോക്കിയാലോ? വൈ നോട്ട്? ഓപ്പൺ മാടി മക. കന്നഡയൊക്കെ പിന്നെ കന്നഡ പറയുന്ന നാട്ടിലുണ്ട്. കന്നഡ പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് അളിയന്റെ വക നല്ലൊരു കമന്റ് കിട്ടി. വയറ് നിറഞ്ഞു ഗൈസ്. ഞാൻ വേറെ വോയിസ് ഓവർ ചെയ്യത്തില്ല, ദയവായി ശല്യം ചെയ്യാണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെ വെച്ചാലും കാണാം, ഇങ്ങനെ വെച്ചാലും കാണാം. ഇതിനെന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസല്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വിത്തിൻ എ വീക്ക് ആയിരുന്നു ഇവിടുത്തെ റിസപ്ഷൻ. ഇതാക്കണ്ടോ? എനിക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തൊരു മേക്കപ്പ് ആയിരുന്നു കേട്ടോ. ഇതൊന്നും എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന സാധനമല്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട്, ആ പുള്ളിക്കാരൻ നാട്ടിൽ പെരിന്തൽമണ്ണയിൽ എന്തോ ഇതുപോലെ ബ്യൂട്ടി പാർലർ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഏതോ നിന്റെ മുഖം വൃത്തിക്ക് കാണാത്തോണ്ട് കണ്ടിട്ടുണ്ട്. ഇതും ഇഷ്ടമായി എനിക്ക്. ആന ഇവിടത്തെ കലണ്ടറിലുള്ള ആനയാണ്. ഇവിടെ വളർത്തുന്നതല്ല കേട്ടോ. കലണ്ടർ അല്ലടാ, മറ്റേ. ആ മനസ്സിലായി. ഞാൻ പറഞ്ഞത് അത് ഉദ്ദേശിച്ചതാ. ഇല്ല, ഇവിടെ വളർത്തുന്ന ആനയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് പറയാം. ആ വിളക്ക് ഇവിടത്തതാ ആവണല്ലോ. പിന്നെന്താ, ഇത് അവരുടെ കുറച്ച് ചെറിയൊരു പരസ്യം. അതെ, അവരുടെ സിഗ്നേച്ചർ ഫോട്ടോസ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു സിഗ്നേച്ചർ പോസ്റ്റ് അവരിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ ഒട്ടും ഫോട്ടോ ഫേസ് അല്ല എൻ്റെത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ജീവിതം. എൻ്റെ കല്യാണം വരുമ്പോൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഐഷ് ഒന്നും പറയാനില്ല. ഇത് നമ്മുടെ നീലേട്ടൻ. നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ കണ്ടോളൂ. അതില് കാര്യല്ല, മിക്കവാറും വീട് ഇതൊക്കെ നൈസായിട്ടുണ്ട്. വിഷയമായിട്ടുണ്ട് അതൊക്കെ ആ ഫോട്ടോഗ്രാഫർ ശിവണ്ണന്റെ കഴിവ്. നമ്മുടെ അമ്മമ്മ, ഇത് ഇവരുടെ വീടിന്റെ പേരാണ് അപ്പൂസ്. അനിമാമ, വല്യമ്മ, പിന്നെ ഇത് ആരൊക്കെയുണ്ട്. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. ആക്ച്വലി നന്നായിട്ടുണ്ട്. പിന്നെ ഇവര് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇവരെന്റെ മുടി പിടിച്ചെന്ന് കെട്ടിയിട്ടു. അതെല്ലാം നോക്കിക്കേ. സാരല്ല, കാക്ക പിടിച്ച കൊക്കാവില്ല, അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇത് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ അപ്പൊ തൊട്ടേ അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഊരി തരൂ, മുടി ഊരി തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഊരി തന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വൃത്തിയായി എന്ന് തോന്നുന്നു. ശരി കേട്ടോ, അല്ലേ? എന്താ വെച്ചാൽ ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ കൂടെ കെട്ടിയിട്ടിട്ട് ഒരുമാതിരി ചട്ടി തലയേക്കാൻ പറ്റിയൊരു എഫക്റ്റ് എനിക്ക് തോന്നി.
കണ്ടോ അതിനിടയ്ക്ക് അമ്മ എവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം വരാട്ടോ എന്ന്. എൻ്റെ അമ്മമാരുടെയും ബഹളമാണ്. ഞാൻ ഈ ബഹളത്തിൻ്റെ നടുക്ക് മൈക്ക് പോലെ ഇല്ലാണ്ടാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അവിടെ വെച്ചൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഈ കേക്ക് കട്ടിങ്ങിന് വന്ന ഞാൻ എന്നെ പിടിച്ചു നിർത്തിയത് ഇവിടെ ന്യായമാണോ ഗൈസ്? താങ്ക് യു. എല്ലായിടത്തിലും കേക്ക് കട്ടിങ്ങിന് പെണ്ണും ചെക്കനും ഉണ്ടാവുള്ളൂ. ഇവിടെ ഞങ്ങള് ഒരു ജില്ല മുഴുവനും കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. കൂടെ ഞാനും. നീ എന്തിനു കയറി വന്നത്? എനിക്കറിഞ്ഞൂടാ, എന്നാ ക്യാമറാമാൻ വലിച്ചു കയറ്റി, ഞാൻ കയറി വന്നു. ബാന്ന് വിളിച്ചു, ശൂശുന്ന് വിളിച്ച ആരാരും നോക്കും. എല്ലാരും കേക്ക് എന്നെ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചോട്ടെ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പുറകിലാക്കി ഗൈസ്. ഈ കുറച്ച് ഫാമിലി ഫോട്ടോസിന്റെ ടൈമാണ്. ഇതാണ് നമ്മുടെ നിഖിലേട്ടൻ്റെ ഫാമിലി, ഇതെന്റെ ഫാമിലി. പിന്നെ മുന്നത്തെ ആൽബത്തിൽ മാറ്റില്ല, എന്നെ കാണിച്ചില്ല, എൻ്റെ ചിരിച്ച മുഖം. ഹായ് ഗൈസ്, ഞാൻ തന്നെ ഗൈസ്. പിന്നെ കുറേ ഇതെൻ്റെ കൊലീഗ്സ് ആണ് ഇവിടുത്തെ ഓഫീസിലുള്ള. പിന്നെ കുറേ അത് അച്ഛൻ്റെ അമ്മേൻ്റെയും കപ്പിൾ ഫോട്ടോഷൂട്ട്. മാറ്റില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ. അമ്മയ്ക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്. കിച്ചൻ മുന്നേ കയറി നിൽക്കുന്നുണ്ട് എന്നുള്ളതുള്ളൂ ഈ ഫോട്ടോയ്ക്ക് ഒരു ആകെ ഞാൻ കണ്ട പ്രശ്നം. ഇത് നടുറോട്ടുമ്പോൾ എടുപ്പിച്ച ഫോട്ടോ ആക്ച്വലി. അതിനോട് നമുക്ക് ചിരിക്കാനൊന്നും ഇത് മറ്റേ കല്യാൺ ജ്വല്ലറിന്നൊക്കെ ആഡ് കാണുന്ന പോലെയായിട്ട്. പക്ഷെ നന്നായിട്ടില്ല, ലുക്കില്ലേ, ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ല. ഇതാ ചട്ടികാമത്തെ കിച്ച, അത് ഇവിടുത്തെ സ്റ്റൈല് ചെയ്താണ് അവര്. രസമുണ്ട്. നിന്റെ ഒരു നീ പണ്ട് ഞാൻ NTT പഠിക്കുമ്പോൾ നീ പണ്ട് ഒരു ഹെയർ കട്ട് ചെയ്തോന്ന് ഓർമ്മയുണ്ടോ? ആ യെസ്, ഞങ്ങളുടെ റോപ്പിൻ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് അതുപോലെ ഉണ്ട്. ഇത് എൻ്റെ PGയിലുള്ള റൂംമേറ്റ്സ് ആയിരുന്നു, എൻ്റെ പ്രിൻസിപ്പൽ. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ അമ്മമ്മ. നിങ്ങൾ ഇതിനിങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന അത് വരുന്ന കലാകാരന്മാർക്ക് അത് തന്നെ വരുന്നതാണ്. കലാകാരന്മാർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ചിലർക്ക് വരുത്താൻ ശ്രമിക്കും, പക്ഷെ ശ്രമിക്കുമ്പോൾ നടക്കില്ല. അത്ര ഉള്ളു. ഇതൊക്കെ ആരൊക്കെയാ? ഇതൊക്കെ ആരൊക്കെയോ മനസ്സിലാവുന്നില്ല. ചിലരൊക്കെ അറിയാം, ചിലരൊന്നും അറിയില്ല. ഇത് ശാന്തി ആൻറ്റി ഫാമിലി. ഇത് അത് ഞങ്ങളല്ലേ. ഇത് അത് ഞങ്ങൾ തന്നെ. ഇത് അത് ഞങ്ങൾ. ഇത് അത് ഞാൻ അറിയാം. അപ്പോൾ ഭാഗ്യം. അങ്ങനെയല്ല, ഇത് പെട്ടെന്നല്ല ആരൊക്കെയാ എന്താണെന്നൊക്കെ ചോദിച്ചു. അത് നൈസായിണ്ടാ ഈ പിക്ക്, നന്നായിട്ടുണ്ട്. ഇങ്ങനെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു. മറ്റേ കളങ്കളം എഫക്റ്റ് ഒക്കെ വേണോ? കുട തുറക്കുന്ന എഫക്റ്റ് നൈസായിട്ടില്ലേ ഈ പിക്ക്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു, നിഖിലേട്ടൻ്റെ എൻ്റെയും കൂടെ ഉള്ള നൈസൊരു പിക്ക്. അതാണ് റിയൽ കാൻഡിഡ്. ഞങ്ങൾ എന്തോ പറഞ്ഞ് ചിരിക്കുന്ന ചിരിച്ചപ്പെടുത്താ. നിഖിലേട്ടൻ്റെ ശരിയായാലും പൊളിയായിരുന്നു. പാൽപ്പൊടി കട്ടുന്ന് ചിരിക്കുന്നവരില്ലേ അല്ലേ? അമ്മ കേക്കണ്ട. ഇത് രഘുങ്കളൻ ഫാമിലി, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അമ്മേൻ്റെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല എന്താ കറക്റ്റ് പാൽപ്പൊടി കട്ട് നിന്ന് ചിരിക്കുന്നത്. ഇതാ അച്ഛൻ്റെതും അമൂൽ മാറ്റരുത്. ഇതാണ് കാണേണ്ടത്, ഹൈലൈറ്റ് പിക്കാണിത്. ഉണ്ടോ? ഇത് ആനമങ്ങാട് ഫാമിലി, നീലേട്ടൻ്റെ വീട്ടിൽ നിന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നവർ മാത്രം. ഇത് എൻ്റെ കസിൻസ്. കണ്ണനും ഭാവി അല്ലേ? പൂത്തോൽ വളർന്നിട്ടായിട്ട് നിങ്ങളെ കണ്ണനും ഭാവി.
അയ്യോ അയ്യോ ഇതൊക്കെ പിന്നെ കുറേ കുടുംബങ്ങൾ. ഇത് പിന്നെ ഇവൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മളെ ഇതിന് പാട്ട് പാടിക്കൊണ്ടിരുന്ന അങ്കിൾ ഭയങ്കര ശോകം പാട്ടുകൾ പാടിയപ്പോൾ പിന്നെ ഇവൻ രംഗത്തിറങ്ങി പാടാൻ തുടങ്ങി. ദാറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഓ നൈസ്. ഇത് എൻ്റെ സൈഡിൽ നിന്ന് റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പിന്നെ ആൾക്കാരേ ഉള്ളൂ. കുറഞ്ഞ പേര്. ബാംഗ്ലൂർ ആയിരുന്നില്ല റിസപ്ഷൻ. നാട്ടിൽ ഇനി ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അത് വേറെ ആൽബത്തിനകത്താണ്. അതിന് കുറെ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ആനമങ്ങാട്ടുണ്ടായിരുന്നു അതിന്റെ ആൽബം. ഇതൊക്കെ നീലന്റെ ഫ്രണ്ട്സ്. അത് ഇനിയും ഒരു ആൽബം ഉണ്ട്. അതായത് പറഞ്ഞ കല്യാണത്തിന് മൊത്തത്തിൽ 3 ആൽബം ഉണ്ട്. 4 നേരത്തെ പറഞ്ഞ കണക്ക് 4 ഒരെണ്ണം ഇതാ ചെറുതാ അല്ല, ഒരെണ്ണം എൻഗേജ്മെന്റിന്റെ. കല്യാണത്തിൻ്റെത് മാത്രം 3 പ്ലസ് 1 എൻഗേജ്മെന്റ്. അപ്പം 4, മൊത്തത്തിൽ 4. ഇത്രയേ ഉള്ളൂ തോന്നുന്നു. നീ പാടുന്നു അതൊന്നും ആൾക്കാരെ കാണിക്കണ്ട. നീ പാടുന്നു, ഞങ്ങൾ ആടുന്നു. യെസ്, നീ പാടുന്നു, ആടുന്നു. ഇതാ സമയത്തുള്ള പിക്സ് ആയിരുന്നു. എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായത്. അത്രയേ ഉള്ളൂ ഈ ആൽബത്തിനകത്ത്. പക്ഷെ ഇതിലുള്ള ഫോട്ടോസ് എനിക്ക് കുറേ ഫോട്ടോസൊക്കെ ഇഷ്ടം. നല്ല നല്ല ഫോട്ടോസാണ്. നല്ല ഫോട്ടോസ് ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചത്ര വൃത്തികേടാക്കി തന്നിട്ടില്ല അവർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റിസപ്ഷൻ ആൽബത്തിനകത്തുള്ളത്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. Please do subscribe our channel and do support. Tata, bye. Bye. Peace.